നമ്മളൊരു കുഞ്ഞിനെ പരിചയപ്പെടാം. ജോർദൻ. ഈ ജോർദന്റെ ഒരു പുരാണം എന്ന് പറഞ്ഞാൽ ഇവനാണ് ജോർദന്റെ അച്ഛനാണ്. അനു അദ്ദേഹം ഒരിക്കൽ ബോധം കെട്ട് വീണു. സാധാരണ ബോധം കെട്ട് വീഴാറുണ്ടോ? പ്രഷർ കുറഞ്ഞിട്ട് ബോധം കെട്ട് വീണപ്പോ ഇവൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. താങ്കളോടെ പോയിരുന്നു? നമുക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ പുതുപ്പള്ളി തന്നെ. ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ സ്പോട്ടിൽ അപ്പനും കൊച്ചും മാത്രമേ ഉണ്ടായിരുന്നു. മോന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനെ അപ്പന്റെ മുഖത്ത് വെള്ളം തളിച്ച് അപ്പനെ ബോധം നേരെ നിർത്തിയിട്ട് അവൻ അയൽവാസികളോടൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞത്. ബോധൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന മോനെ? ഈ അതായത് അപ്പച്ചന് ബോധക്കേട് വന്നപ്പോഴേ മോന് മനസ്സിലായിരുന്നു. മോനെ അപ്പൊ എന്താ ചെയ്തേ? അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചോ? അടുക്കളയിലല്ല, ഫ്രിഡ്ജിന്ന് ആ അപ്പച്ചനെ ഞാൻ ചേച്ചിനെ രാമൻസിനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. അപ്പ ഓ അത് ശരി. അപ്പൊ അപ്പച്ചനെ എവിടെ ആശുപത്രി കൊണ്ടുപോയോ? കൊണ്ടുപോയോ? ആരോട് പോയി പറഞ്ഞു? അപ്പോ മോൻ വെള്ളം തെളിച്ച ഉടനെ അപ്പച്ചൻ കണ്ണു തുറന്നോ? വെള്ളം തെളിച്ചില്ലേ? ഇങ്ങനെ വെള്ളം തെളിച്ചില്ലയോ? അപ്പൊ കണ്ണു തുറന്നിരിക്കുക അല്ലേ? പിന്നെ ആശുപത്രി കൊണ്ടുപോയി. ഓ ഇയാള് ഭയങ്കര കക്ഷി. അപ്പൊ എന്തായാലും മകനെ കുറിച്ച് അപ്പൊ എന്താ തോന്നി? അന്നേരം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ 2 വ്യത്യാസമാണ് അറിയുന്നത്. ഇവൻ എല്ലാരും ഒന്ന് വിളിച്ചതൊക്കെ. കാരണം ഇപ്പം പുറത്ത് പോയിരിക്കാൻ വേണ്ടി ഞാൻ ലോക്ക് ചെയ്തായിരുന്നു. വീട് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. ഇപ്പൊ സൈക്കിളായിട്ട് പുറത്ത് വെയിലത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂളിൽ വന്നിട്ട് ഫുഡെല്ലാം കൊടുത്തിട്ട് എന്നോട് ഇരിക്കുമായിരുന്നു. അപ്പം പുറത്ത് പോകണ്ടല്ലോ ഓർത്തുകൊണ്ട് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബോധമെല്ലാം മാറിയുന്നത്. ഇപ്പം മാത്രമേ ഉള്ളത്. ഇല്ലാന്ന് തോന്നുന്നു. വെയിലായിരുന്നു. ഞാൻ പുറത്ത് നേരത്തെ കിടക്കുമായിരുന്നു. അപ്പൊ ഇവനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ബോധം എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്നു. ശരിക്കും ഞാൻ കേൾക്കുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നന്നായി. മകൻ മിടുക്കനായിട്ട് വളരട്ടെ.